കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. 5 വർഷത്തെ UDF ഭരണം ജനം മടുത്തെന്നും ഇടതുപക്ഷം വൻ ഭൂരിപക്ഷം നേടുമെന്നും യെച്ചൂരി നെടുമ്പാശ്ശേരിയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് സീതാറാം യെച്ചൂരി കേരളത്തിൽ എത്തിയത്. LDF will form the government. Next government, LDF will form. What are the reasons? What is the reason? The reason is what we have seen for the last 5 years, something which was unknown or unexpected in Kerala, the degree of corruption, the lack of governance. All these have contributed to the fact that people want a change. They want proper people's development and they want good governance. How many seats? How many seats will you expect from Kerala? How many seats you expect? That you must tell me, people of Kerala. But we will form the government. UDFും BJPയും തമ്മിലുള്ള ഒത്തുകളിയാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് UDF. ഇരു കൂട്ടരും തമ്മിൽ പരസ്പര ധാരണയിലാണെന്നും യെച്ചൂരി ആരോപിച്ചു. പരവൂരിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം പരക്കെ വിമർശിക്കപ്പെട്ടപ്പോഴും മോഡിയെ അഭിനന്ദിക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തതെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. The officers are saying that the PM's coming was actually a distraction. We don't know whether somehow lives could have been saved if that distraction was not there. But the Chief Minister's appreciation of the PM coming, knowing all this after the visit, that sounds very strange. So this is not a new thing, that match fixing between RSS and the BJP. The RSS and the Congress. We have seen it in the past. We have had specific constituencies that were targeted in the past, where the BJP was hoping to enter the assembly. It's very likely that some sort of a thing like that is happening now. That is what is most likely, match fixing. VSന് തെളിമയാർന്ന വിജയം സമ്മാനിക്കണമെന്ന് പിണറായി വിജയൻ. മലമ്പുഴയിൽ VSന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിൽ കേരളത്തിലാകെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി പൊതുസമൂഹത്തിലാകെ അദ്ദേഹത്തിനുള്ള അംഗീകാരവുമുണ്ട്. അതും മലമ്പുഴയിലുള്ള നിങ്ങൾക്ക് നല്ലതുപോലെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറ്റമറ്റ പ്രവർത്തനത്തിലൂടെ തെളിമയാർന്ന വിജയം അരിവാച്ചിറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സഖാവ് VSന് സമ്മാനിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. കാണികളെയും എന്നെയും ഉമ്മൻചാണ്ടി ബോറടിപ്പിക്കരുതെന്ന് VS. ഗോഗുവ വിളിച്ച് ഗോതയ്ക്ക് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയെന്നും കാണികളെ ഗോതയിലിറക്കിയുള്ള കളിയല്ല തെരഞ്ഞെടുപ്പെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. ചെന്നിത്തലയ്ക്ക് പിന്നാലെ മന്ത്രി മുനീറിന്റെയും നിയമലംഘനം. ഹെൽമറ്റില്ലാതെ ബൈക്ക് ഓടിക്കുന്ന ആളുടെ പിന്നിലിരുന്ന് മുനീർ പ്രചാരണം നടത്തിയതാണ് വിവാദമാകുന്നത്. കോഴിക്കോട് തിരുവണ്ണൂരിലെ പ്രചാരണ പരിപാടിക്കിടെയാണ് മന്ത്രിയും സൗത്ത് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ MK മുനീർ ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ചയാളുടെ പിറകിലിരുന്ന് യാത്ര ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഒരു കേന്ദ്രത്തിൽ നിന്നും മറ്റൊരു സ്വീകരണ കേന്ദ്രത്തിലേക്കാണ് MK മുനീർ കാർ ഒഴിവാക്കി ബൈക്കിൽ പോയത്. നേരത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഹരിപ്പാട്ടെ പ്രചാരണത്തിനിടയിൽ ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ചയാളുടെ പിറകിലിരുന്ന് യാത്ര ചെയ്തത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഒടുവിൽ പിഴയടച്ചാണ് സംഭവം ഒതുക്കി തീർത്തത്. ഇതിന് പിന്നാലെയാണ് മന്ത്രി MK മുനീറും നിയമലംഘനം നടത്തിയിരിക്കുന്നത്. നിയമം പാലിക്കേണ്ട മന്ത്രി തന്നെ നിയമം ലംഘിക്കുമ്പോൾ അധികൃതർ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. PV കുട്ടൻ, കോഴിക്കോട്. വടക്കൻ ജില്ലകളിൽ കൊടും ചൂട് തുടരുമ്പോൾ തലസ്ഥാനത്തിന് ആശ്വാസമായി വേനൽ മഴ. വൈകിട്ട് 4 മണിയോടെയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പെയ്തത്. ചൂടിന് ശമനമായി എത്തിയ മഴ അരമണിക്കൂറോളം നീണ്ടുനിന്നു. അതേസമയം മെയ് ആദ്യവാരത്തിലെ വേനൽ മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്.
ലോകായുക്തയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെയുള്ളത് 96 കേസുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെയാണ് 96 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഇത് സംബന്ധിച്ച് വിവരാവകാശ രേഖ പീപ്പിളിന് ലഭിച്ചു. എന്നാൽ കേസുകൾ ഏതൊക്കെ മന്ത്രിമാർക്കെതിരെ എന്നത് ലോകായുക്ത നൽകിയില്ല. 2011 മുതൽ 2016 വരെയുള്ള കാലയളവിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മന്ത്രിമാർക്കെതിരെ 96 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ലോകായുക്ത നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പല പരാതികളും അന്വേഷണ ഘട്ടത്തിലോ വിചാരണ ഘട്ടത്തിലോ ആണ്. പാറ്റൂർ ഭൂമിയിടപാടിൽ ലോകായുക്ത നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിക്കും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമെതിരെ വിജിലൻസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. തനിക്കെതിരെ 3 കേസുകൾ ഉള്ളതായി മന്ത്രി MK മുനീർ പത്രികാ സമർപ്പണ വേളയിൽ സത്യവാങ്മൂലത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരായ പരാതിയിൽ MLA KB ഗണേഷ് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം ഏതൊക്കെ മന്ത്രിമാർക്കെതിരെ എത്ര കേസുകൾ എന്ന ചോദ്യത്തിന് ലോകായുക്ത മറുപടി നൽകിയിട്ടുമില്ല. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെ കേസുകൾ ഇല്ലെന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഉപലോകായുക്ത വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെ പരാതി നിലനിൽക്കെ ഉപലോകായുക്തയുടെ നിലപാട് ആരെ സംരക്ഷിക്കാനാണ് എന്ന ചോദ്യമുയരുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളറട വില്ലേജ് ഓഫീസിൽ ആക്രമണം നടത്തിയ പ്രതി പിടിയിൽ. വെള്ളറട സ്വദേശി സാംകുട്ടിയാണ് അടൂരിൽ വെച്ച് പിടിയിലായത്. ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുക്കാത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം വെള്ളറട വില്ലേജ് ഓഫീസിന് തീയിട്ട സംഭവത്തിൽ വെള്ളറട സ്വദേശിയായ സാംകുട്ടിയെയാണ് പോലീസ് പിടികൂടിയത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ പത്തനംതിട്ട അടൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ടാപ്പിംഗ് തൊഴിലാളിയായ സാംകുട്ടി തന്റെ 18 സെന്റ് ഭൂമിയുടെ പോക്കുവരവ് ചെയ്യുന്നതിനു വേണ്ടി 3 വർഷമായി നിരവധി തവണ വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങിയിരുന്നു. എന്നിട്ടും നടപടിയെടുക്കാൻ വില്ലേജ് ഓഫീസർ തയ്യാറാകാത്തതിലുള്ള വൈരാഗ്യമാണ് പ്രതിയെ ഓഫീസിന് തീയിടാൻ പ്രേരിപ്പിച്ചത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രതി വെള്ളറട വില്ലേജ് ഓഫീസിലെത്തി തീയിട്ടത്. ഹെൽമറ്റ് ധരിച്ചെത്തിയ ഇയാൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനത്തിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റിരുന്നു. മുഖത്ത് ഗുരുതരമായി പൊള്ളലേറ്റ വില്ലേജ് അസിസ്റ്റന്റ് വേണുഗോപാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വില്ലേജ് ഓഫീസിലെ കമ്പ്യൂട്ടറുകളും ഫയലുകളും രേഖകളുമെല്ലാം തീപിടുത്തത്തിൽ കത്തി നശിച്ചിരുന്നു. ആക്രമണത്തിന് ശേഷം തമിഴ്നാട് ഭാഗത്തേക്ക് പ്രതി ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDFന്റെ വിജയത്തിൽ ആത്മവിശ്വാസമില്ലാതെ AK ആന്റണി. തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണെന്ന് ആന്റണി പറഞ്ഞു. സത്യം പറയാൻ മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നതെന്നും ആന്റണി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് മുഖാമുഖത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് വിജയപ്രതീക്ഷ പ്രകടിപ്പിക്കാതെ മുതിർന്ന നേതാവ് AK ആന്റണി പ്രതികരിച്ചത്. ഇപ്പോൾ എൻ്റെ വിലയിരുത്തൽ അങ്ങനെയല്ല, ഒപ്പമെന്നാണ്. എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്, ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ്. പക്ഷേ ഒത്തുപിടിച്ചാൽ എല്ലാം മറന്നും എല്ലാം ക്ഷമിച്ചും പുറത്തും എല്ലാവരും ഒറ്റക്കെട്ടായി ആഞ്ഞു പിടിച്ചാൽ ട്രോഫി UDF എടുക്കാൻ പറ്റും. മാധ്യമപ്രവർത്തകർ സത്യം പറയാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പ്രതികരണമെന്നും ആന്റണി ആവർത്തിച്ചു. ഞാൻ പിന്നെ കള്ളം പറയണം, എന്നോട് സത്യം പറയാൻ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ വൻ വിജയം അവകാശപ്പെടുമ്പോഴാണ് ആന്റണിയുടെ വ്യത്യസ്ത നിലപാട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി കുരുക്കിലേക്ക്. കേസ് അന്വേഷിക്കുന്ന CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആന്റണിയെ ചോദ്യം ചെയ്യും. പ്രതിരോധ മന്ത്രാലയം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ആന്റണിയുടെ പങ്ക് സംബന്ധിച്ച് തെളിവ് ശേഖരിച്ചു. മുൻ വ്യോമസേനാ തലവൻ SP ത്യാഗിക്ക് ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും നോട്ടീസ് അയച്ചു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്ന അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ ഇടപെടലിനെ സംബന്ധിച്ചാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. ഇടപാട് നടന്ന സമയത്തുള്ള മന്ത്രാലയത്തിന്റെ നിരവധി പേജുകളുള്ള 40 രേഖകളാണ് സംഘം പരിശോധിക്കുന്നത്. അന്വേഷണത്തിൽ CBIയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സഹായിക്കാനാണ് പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. 2012 അഴിമതി നടന്നുവെന്ന് കണ്ടെത്തിയിട്ടും ഉടൻ കരാർ റദ്ദാക്കാൻ അന്നത്തെ പ്രതിരോധ മന്ത്രാലയം തയ്യാറായില്ല. അഴിമതി വ്യക്തമായതിനു ശേഷവും 3 ഹെലികോപ്റ്ററുകൾ ഇവരിൽ നിന്നും വാങ്ങി. 2014 മാത്രമാണ് കരാർ റദ്ദാക്കിയത്. അഴിമതി നടന്നുവെന്ന് AK ആന്റണി തന്നെ സ്ഥിരീകരിച്ചിട്ടും കേസ് CBIയെ ഏൽപ്പിക്കുന്നതിൽ കാലതാമസം വരുത്തി. ഫിൻമെക്കാനിക്കയുടെ ചെയർമാനായ ഗസിപ്പോ ഒറേസി അറസ്റ്റിലായതിനു ശേഷം മാത്രമാണ് കേസ് CBIക്ക് കൈമാറിയത്. വൻ സാമ്പത്തിക കുറ്റകൃത്യം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടും UPA സർക്കാർ വിഷയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചില്ല.
ഇത്തരത്തിൽ അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണിയും UPA സർക്കാരും സംശയാസ്പദമായ ഇടപെടൽ നടത്തിയതിനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കുന്നത്. അന്വേഷണ സംഘം നൽകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ നീക്കിയതിനു ശേഷം ആന്റണിയെ CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചോദ്യം ചെയ്യും. തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ എന്തിനാണ് വൈകുന്നതെന്ന് AK ആന്റണി പ്രതികരിച്ചു. Now, next month they complete 2 years. Why delay? If evidence is with them, why delay? Take actions, strong actions against the bribe givers, bribe takers. Along that, now the company is convicted. Take action as the company also. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് മുൻ വ്യോമസേന തലവൻ SP ത്യാഗിക്ക് CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നോട്ടീസ് അയച്ചു. ഒരാഴ്ചക്കുള്ളിൽ CBI ആസ്ഥാനത്ത് ഹാജരാകാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സർക്കാർ ജീവനക്കാരുടെ ഏപ്രിലിലെ ശമ്പളം മുടങ്ങിയേക്കും. ധനവകുപ്പിന്റെ വീഴ്ച കാരണം പണമിടപാടുകൾ നടന്നില്ല. ഇലക്ട്രോണിക് പേ ഓർഡർ ചെക്ക് സംവിധാനം പ്രവർത്തനക്ഷമമായില്ല. ഏപ്രിൽ 25-ന് ശേഷം പേ ഓർഡർ ചെക്കുകൾ നൽകുന്നില്ല. ഇലക്ട്രോണിക് പേ ഓർഡർ ചെക്ക് സംവിധാനം വഴി ശമ്പളം വിതരണം ചെയ്യാനുള്ള ധനവകുപ്പിന്റെ നീക്കമാണ് ഏപ്രിൽ മാസത്തെ ശമ്പള വിതരണത്തെ പ്രതിസന്ധിയിലാക്കിയത്. പുതിയ സംവിധാനം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാൻ ധനവകുപ്പിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ധനവകുപ്പിലെ സ്പാർക്ക് വിഭാഗത്തിനായിരുന്നു ഇലക്ട്രോണിക് പേ ഓർഡർ ചെക്ക് സംവിധാനം സജ്ജമാക്കേണ്ടതിന്റെ ചുമതല. റിസർവ് ബാങ്കിന്റെ കുബേർ വെബ്സൈറ്റ് വഴിയായിരുന്നു ശമ്പളം വിതരണം ചെയ്യേണ്ടിയിരുന്നത്. ഇതിനായി ജീവനക്കാർ പൊതുമേഖലാ ബാങ്കുകളിലോ ട്രഷറികളിലോ അക്കൗണ്ട് തുറക്കണം. എന്നാൽ ഭൂരിഭാഗം ജീവനക്കാരും ഇത്തരത്തിൽ അക്കൗണ്ട് തുറന്നിട്ടില്ല. അക്കൗണ്ട് നമ്പർ നൽകിയാൽ മാത്രമേ പുതിയ സംവിധാനത്തിലൂടെ ശമ്പളം ലഭിക്കൂ. പുതിയ സംവിധാനം പ്രവർത്തനക്ഷമമാവുമെന്ന പ്രതീക്ഷയിൽ നേരത്തെയുള്ള പോലെ ജീവനക്കാർക്ക് പേ ഓർഡർ ചെക്ക് നൽകുന്നത് ഏപ്രിൽ 25 മുതൽ ധനവകുപ്പ് നിർത്തലാക്കിയിരുന്നു. ചുരുക്കത്തിൽ പുതിയ സംവിധാനത്തിലൂടെയും പഴയ രീതിയിലും ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. MBBS പ്രവേശനത്തിനായി ദേശീയ പൊതുപ്രവേശനം നടത്താനുള്ള ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം വീണ്ടും സുപ്രീംകോടതി തള്ളി. നാളത്തെ പൊതുപ്രവേശന പരീക്ഷ മാറ്റാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് നീറ്റ് ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചത്. നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഇതേ ആവശ്യവും സുപ്രീംകോടതി തള്ളിയിരുന്നു. അതേസമയം ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കേണ്ടതില്ലെന്ന് കേരളം തീരുമാനിച്ചു. MBBS BDS പ്രവേശനത്തിനായി ഏകീകൃത പൊതുപ്രവേശന പരീക്ഷയായ നീറ്റ് നടത്താനുള്ള ഉത്തരവിൽ മാറ്റമില്ലെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ആദ്യഘട്ട പ്രവേശന പരീക്ഷ നാളെ നടക്കും. രണ്ടാം ഘട്ടം ജൂൺ 24-നും. നാളത്തെ പ്രവേശന പരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. CBSE സിലബസും സംസ്ഥാന സിലബസും രണ്ടാണ്. ഇതിനാൽ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറാകാനായി പഠനം ഇനിയും പൂർത്തിയാക്കാനുണ്ട്. കൂടുതൽ സമയം അനുവദിക്കണമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്നാൽ നാളത്തെ പരീക്ഷ നേരത്തെ നിശ്ചയിച്ചതാണെന്ന് ചൂണ്ടിക്കാണിച്ച ചീഫ് ജസ്റ്റിസ് ആവശ്യം തള്ളി. മുന്നുത്തരവ് പുനഃപരിശോധിക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര സർക്കാരും സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും അംഗീകരിച്ചില്ല. പുതിയ സാഹചര്യത്തിൽ പൊതുപ്രവേശന പരീക്ഷ നടത്താനുള്ള സുപ്രീംകോടതി ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിക്കേണ്ടതില്ലെന്ന് കേരളം തീരുമാനിച്ചു. പകരം ഉത്തരവിൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകും. കേരളം നടത്തിയ പരീക്ഷ അംഗീകരിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടും. മെയ് 3-ന് ഭരണഘടനാ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോഴാകും കേരളം ആവശ്യവുമായി സമീപിക്കുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചൂടിനെ കാഠിന്യമേറിയതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ്. കുടിവെള്ളക്ഷാമത്തിനൊപ്പം ചെറുമത്സ്യങ്ങൾ തീരം വിട്ട് ആഴക്കടലിലേക്ക് നീങ്ങിയതാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് തിരിച്ചടിയായത്. കരയ്ക്കൊപ്പം കടൽ തീരവും ചുട്ടുപൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. ചൂട് അസഹനീയമായതോടെ ചാള, നത്തോലി, വറ്റ, അയില തുടങ്ങിയ മത്സ്യങ്ങൾ തീരം വിട്ട് ഉൾക്കടലിലേക്ക് വലിയുകയാണ്. ഇതാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. മീൻ ലഭിക്കാത്തതിനാൽ വള്ളത്തിനും മറ്റുമായുമെടുത്ത കടങ്ങൾ തിരിച്ചടക്കാൻ കഴിയാത്തത് പ്രയാസങ്ങൾ ഇരട്ടിയാക്കുന്നുവെന്ന് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് പറയുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ ഓരോ വള്ളത്തിൻ്റെ ഒരു യൂണിറ്റ് മീൻ പിടിച്ചാലും ഇല്ലെങ്കിലും 10 ലക്ഷം രൂപയുടെയെങ്കിലും പലിശ അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇതൊന്നും അടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഓരോ കുടുംബവും ജപ്തി ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വൈപ്പിൻകരയിൽ ഒരു വീട് ജപ്തി ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആത്മഹത്യാ മുൻപിലേക്ക് ഈ തൊഴിലാളി വിഭാഗത്തപ്പെടുകയാണ്. അത്ര കടുത്ത ചൂടാണ് തീരക്കടലിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചെറുമത്സ്യങ്ങൾ മുഴുവൻ തീരക്കടലിൽ വിട്ട് ആഴക്കടലിലേക്ക് പോയിരിക്കുകയാണ്. തീരമേഖലയിലെ കുടിവെള്ളക്ഷാമങ്ങൾക്കും അറുതിയില്ല. ടാങ്കറുകളിൽ എത്തുന്ന വെള്ളമാണ് ഇടക്കൊച്ചി, ചെറായി, വൈപ്പിൻ തുടങ്ങിയ മേഖലകളിൽ വസിക്കുന്നവരുടെ ആശ്രയം. മത്സ്യലഭ്യതയിലെ കുറവ് തൊഴിലാളികളെ പട്ടിണിയിലേക്കാണ് നയിക്കുക, ഒപ്പം കടക്കണിയിലേക്കും.
ഈ വേളയിൽ കടങ്ങൾ എഴുതിത്തള്ളണമെന്നും അടിയന്തരമായി സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കണമെന്നുമാണ് അവരുടെ ആവശ്യം. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്.